കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നേടി എന്ന് ഞാനും നിങ്ങളും ഇതുവരെ ആലോചിച്ചിട്ട് പോലും. പിന്നെ പടച്ചവനെ ഇറച്ചി വാങ്ങാനുള്ള തിരക്കുമായി, വസ്ത്രം പുതിയതായി കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി അടുത്ത കൊല്ലം കാണാന്ന് പറഞ്ഞ് യാത്രയാക്കാൻ റെഡിയായിരിക്കുകയാ. കാസർഗോഡ് ടൗണിലൊക്കെ പോകുമ്പോൾ, ഉപ്പളയിലൊക്കെ പോകുമ്പോൾ ചൂടൊന്നും പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവരിങ്ങനെ പർച്ചേഴ്സില കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാഹു അലം. അവിടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും, അപ്പൊ ചൂടൊന്നുമില്ല, അപ്പൊ കഷ്ടപ്പാടും പ്രയാസമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, തുണിയൊക്കെ എടുത്തോ നല്ലതാ, പക്ഷെ ആ കടയിൽ നിൽക്കേണ്ട ചങ്ങാതി അവർ പാവപ്പെട്ടവനാണെന്നുള്ള കരുണയെങ്കിലും നിങ്ങൾ കാണിക്കണം. ആ പാവപ്പെട്ടവൻ ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇവർ കൊടുക്കാറില്ല. ഇവരെങ്ങോട്ട് പോകും, അതെടുക്ക് എല്ലാം കൂടെ വാരി വലിച്ച് തറയിലിടും. എന്നിട്ട് നീ തലയും ചൊറിഞ്ഞിട്ട് പതുക്കെ അടുത്ത കട തേടി അങ്ങ് പോകും. ഈ വലിച്ചിട്ടത് മുഴുവനും ആ പാവപ്പെട്ടവനെ മടക്കി വെക്കേണ്ടതെന്നുള്ള ചിന്തയെങ്കിലും നിനക്കൊക്കെ ഉണ്ടാകണം. ആ പാവപ്പെട്ടവൻ നീ ഇറങ്ങി പോകുമ്പോ അവൻ മനസ്സറിഞ്ഞ് നിന്നെ പ്രാവും. നീ ഏതെങ്കിലും എടുത്തില്ലെങ്കിൽ എടുത്തില്ല. ഈ വാരികിട്ട തുണി മുഴുവനും എന്നോടൊരു ചെറുപ്പക്കാരൻ സങ്കടം പറഞ്ഞ, ഉസ്താദെ ഒന്ന് പറയണം, നിങ്ങൾ നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങള് എന്തൊരു കരുണയില്ലാത്തവരായി പോകുന്നു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹു നിന്നോട് കരുണ കാണിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരോട് പോലും നമ്മൾ കാണിക്കുന്ന അക്രമമാണത്. നിനക്ക് വേണ്ടതെടുത്താ പോരെ, ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം ആ പാവത്തിന്റെ മനസ്സൊന്ന് എന്ത് ചോദിക്കേ. ഇവരടുത്ത കടയിലേക്ക് ഇറങ്ങി പോകും. ആ ചങ്ങാതി നോമ്പുകാരനാണെന്നുള്ള ബോധം പോലും ഇത് നിങ്ങൾക്കില്ല. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, റമദാനിന്റെ ഒന്നാമത്തെ 10 പർച്ചേഴ്സിന്റെ 10, രണ്ടാമത്തെ 10 വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കൂ, ഇത് ചേരത്തില്ല, തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പോകും വീണ്ടും കടയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ തയ്ക്കലിന്റെ 10, പെരുന്നാളാകുമ്പോൾ പിന്നെ ഇടുക. അതാണ് ഇന്നത്തെ റമദാനൊക്കെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു, വിടവാങ്ങാൻ പോകുകയാം. എന്ത് നേടി? എന്താണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 240 മണിക്കൂർ നമുക്ക് നൽകിയിരിക്കുകയാ. എന്തിന്? നീ നരകത്തിൽ നിന്ന് ഒന്ന് കരകയറി സ്വർഗത്തിലേക്ക് നിന്റെ സീറ്റ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് 240 മണിക്കൂർ അല്ലാഹു എനിക്കും നൽകി, നിങ്ങൾക്കും നൽകി. ആ 240 മണിക്കൂറിൽ 1 സെക്കൻഡ് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. ആ 240 മണിക്കൂറിൽ ഒരല്പനേരം മതി, 1 സെക്കൻഡ് മതി എനിക്ക് നിങ്ങൾക്കും നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലേക്ക് പോകാൻ. പക്ഷെ എന്ത് ചെയ്യാനാ? 240 മണിക്കൂറല്ല, ഇനി എത്ര ലക്ഷക്കണക്കിന് സമയം തന്നാലും നമ്മുടേതായ ചിന്തയാ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ഇത്രയും നല്ല ഒരു ഓഫർ നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടവാളി ആരാണെന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. റമദാൻ അല്ലേ? ഈ റമദാൻ എന്താ? ഈ റമദാനിന്റെ മഹത്വം എന്താ? ഈ റമദാനിന് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ റമദാനിന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഈ റമദാനിന് ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗം വാങ്ങിത്തരുവാനും നരകം വാങ്ങിത്തരാനുമുള്ള അവകാശം നാളെ അല്ലാഹു റമദാനിന് കൊടുക്കും. ആ സമയത്ത് പടച്ചവനെ, പരിശുദ്ധമായ റമദാന് നമ്മുടെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട്, പടച്ചവനെ, ഇവൻ എന്നെ ആദരിച്ചവനാണ്, ഇവൻ എന്നെ ബഹുമാനിച്ചവനാണ്, അതുകൊണ്ട് റബ്ബേ ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ. റമദാൻ മാസം പറയുമോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. പെങ്ങളെ, കളിക്കേണ്ട മാസമല്ല റമദാൻ. നിനക്ക് പർച്ചേസ് നടത്താറുള്ള മാസമല്ല റമദാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നഷ്ടപ്പെട്ട നാശമാണ്, നഷ്ടപ്പെട്ട സങ്കടമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ, അല്ലാഹുവേ, ഉളുവാർ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നിങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്.
ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ കോടതിയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും അവരുടെ സമുദായങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ പടച്ച റബ്ബിന്റെ പരലോകത്തെ കുറിച്ച് നമുക്കറിയുമല്ലോ. ഈ 11:30 സമയത്ത് ഇരിക്കുന്ന ഈ സ്റ്റേജിന്റെ ഉള്ളിൽ ചുറ്റുഭാഗം മുഴുവനും ഫാന് വെച്ചിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോ ശരീരം വല്ലാതെ വിയർക്കുകയാണ്. എന്തൊരു ചൂടാണ് ഉസ്താദ്, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അതാ ചൂട് കാറ്റടിക്കുകയാണ്. പടച്ചവനെ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. ഇത് വല്ലാത്ത ചൂടാണ്, വല്ലാത്ത കഷ്ടപ്പാടാണ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടതുപോലെ ഒരു നൂൽബന്ധം പോലുമില്ലാതെ പടച്ചവനെ ചെമ്പിന്റെ തറയിൽ നാളെ നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അള്ളാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അള്ളാഹുവേ, അന്ന് 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ഈ സൂര്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്, ഈ വഅദ് പറയുന്ന എന്റെ തലയുടെ ഒരു ചാണ് മുകളില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. ഒന്ന് ചിന്തിക്കണേ പെങ്ങള്, ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. മോനെ, വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന ദിവസമാണ് മസ്സറ. അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂള, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ചോറ് തിളയ്ക്കുന്നത് കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? പെങ്ങളെ, ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് നീ കാണാറുണ്ടല്ലോ. പെട്ടെന്ന് നീ അടപ്പെടുത്തു മാറ്റുകയാണ്, തീയങ്ങ് കുറയ്ക്കുകയാണ്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറിങ്ങനെ തിളയ്ക്കുകയാ. തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ചിന്തിക്കു പെങ്ങള്, നാളെ അല്ലാഹുവിന്റെ കോടതിയില് തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ ഒഴുകുകയാണ്. അതാണ് അല്ലാഹുവിന്റെ മസ്സറ. ആ ഭയാനകമായ ദിവസത്തിൽ ഒരാള് പോലും നമ്മളെ സഹായിക്കാനില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവുണ്ടല്ലോ, 10 മാസം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മാതാവുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടെ കിടന്നുറങ്ങിയ നിന്റെ ഭാര്യയുണ്ടല്ലോ, ഇവരാരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരാള് പോലും നിന്നെ സഹായിക്കില്ല. അന്ന് നിന്റെ സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ പടച്ചവന്, എന്റെ പാപം മുഴുവനും എന്റെ വാപ്പായുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ വാപ്പാരെ വേണമെങ്കിൽ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന്
ഒന്ന് സ്വാർത്ഥരായി പോകുന്ന ദിവസമുണ്ടല്ലോ. പെങ്ങളെ, മോളെ, മോളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളുണ്ടല്ലോ, അവള് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനവൊന്നും മലത്തി കിടത്തി തരുമോ അല്ലാ, ഞാനാ നെഞ്ചത്ത് കയറിയൊന്ന് നിൽക്കട്ടെ റബ്ബേ, എന്റെ കാല് പൊള്ളും റബ്ബേ എന്ന് നമ്മുടെ പൊന്നാര മക്കള് നമ്മുടെ പൊന്നാര മക്കള് നാളെ പടച്ചവരോട് പറയുന്ന ദിവസമാണ് മസ്സറ. അന്ന് എല്ലാവരും നമ്മളെ കൈവിടുകയാണ്, അന്ന് നമ്മളെ എല്ലാവരും കൈവിടുകയാണ്. ആ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, റഅയ്തു മിൻ ഉമ്മത്തി, നബി തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിൽ നിന്നൊരു ചെറുപ്പക്കാരനെ നരകത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാ. അല്ലാഹുവേ, സബാനിയത്തിന്റെ മലക്കുകൾ ണ്ടല്ലോ, അതാ ഒരു മനുഷ്യനെ നബി തങ്ങളുടെ മുമ്പിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോ മുത്തുനബിയെ കാണുമ്പോ ആ ചെറുപ്പക്കാരെ കരയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുന്നു നബിയേ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാ കൊണ്ടുപോകുകയാണ് നബിയേ, എനിക്കാരുമില്ല നബിയേ, എനിക്കാരുമില്ല നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് നബി തങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് കരയുമ്പോ ആ മനുഷ്യനെ നരകത്തിന്റെ മലക്കുകൾ കൈകളിരിക്കുന്ന ചങ്ങല കൊണ്ട് തല്ലുകയാണ്. അവസാനം മുത്തുനബിയുടെ മുമ്പിൽ കിടന്ന് കരയുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുകയാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ നേതാവ് അവിടുന്ന് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല. എന്തേ അല്ലാ എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? എനിക്കിന്ന് ശഫാഅത്ത് ചെയ്യാൻ, എനിക്കിന്ന് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹുവേ അർഹതയുണ്ടല്ലോ. എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്. ആരാണ് പടച്ചവനെ? ആരാ പടച്ചവനെ? ആരാ വരുന്നതെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ മാസം നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ, ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, അല്ലാഹുവേ എന്നെ ഇവൻ പരിഗണിച്ചില്ല തമ്പുരാന്. എന്റെ മഹത്വം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചനത്തിന്റെ 10. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറ്റുന്ന മാസമാണ്. 83 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാണ്. പടച്ചവനെ എന്നെ എല്ലാവരും ബഹുമാനിച്ചു. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിച്ചു, രോഗികൾ വരെ നോമ്പ് പിടിച്ചു, അമുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു. ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ച തമ്പുരാന്, ഇവൻ എന്നെ കളിയാക്കി തമ്പുരാന്, ഇവൻ എന്നെ നിസാരമാക്കി പടച്ചവന്. അതുകൊണ്ട് അല്ലാ, ആർക്ക് നീ പുറത്തു കൊടുത്താലും ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ. റമളാൻ മാസം പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാണ്, ഇവൻ എന്നെ ബഹുമാനിക്കാത്തവനാണ്, ഇവൻ എന്നെ ആദരിക്കാത്തവനാണ്, ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ചവനാണ് തമ്പുരാന്, ഇവൻ സാധാരണ ദിവസത്തെ പോലെ എന്നെ കണ്ടുപടച്ചവന്. എന്നെ മുസ്ലിമീങ്ങൾ പോലും ബഹുമാനിച്ചു, ഇവൻ എന്നെ പരിഗണിക്കാത്തവനാണ്. അതുകൊണ്ട് ഇവനെ നീ പുറത്തു കൊടുക്കരുത്,
ഇവനോട് കരുണ കാണിക്കരുത്, ഇവന് സ്വർഗം കൊടുക്കരുത്. റമളാൻ മാസം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോ അല്ലാഹു അവനെ കൈവിടുകയാണ്, അല്ലാഹു അവനെ കൈവിടുകയാണ്, മുത്തുനബി അവനെ കൈവിടുകയാണ്. അവസാനം അവൻ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചെറിയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ റമളാൻ മാസത്തിനെ ബഹുമാനിക്കണേ, റമളാൻ മാസത്തിനെ ആദരിക്കണേ. പെങ്ങളെ, രാവും പകലും കറങ്ങി നടക്കുമ്പോ ചിന്തിക്കേണ്ട പല കാര്യമുണ്ട് പെങ്ങള്. എടോ, നോമ്പുകാരന്റെ മഹത്വം എന്തെന്നറിയോ? പടച്ചവനെ, നമ്മളുടെ വായിക്കകത്ത് നിന്ന് ഭക്ഷണം കഴിക്കാത്തത് കാരണം ദുർഗന്ധം വരുന്നല്ലോ. നമുക്കത് വല്ലാത്ത ദുർഗന്ധമാടോ, നമുക്കത് വല്ലാത്ത അസ്വസ്ഥതയാടോ. എന്നാ നിനക്കതിന്റെ പ്രതിഫലം അറിയുമോ? ഈ ദുർഗന്ധത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയുടെ വാസനയാ. നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധം പോലും അത് അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയേക്കാൾ വാസനയാണ്. നിനക്കറിയുമോ നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധത്തിന്റെ മഹത്വം നിനക്കറിയുമോ? മോനെ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയില് നമ്മളെല്ലാവരും നിൽക്കുമ്പോ അതാ ഒരു കാറ്റടിക്കുകയാണ്, ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്, ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. പരലോകത്ത് നിൽക്കുന്നവർ ചോദിക്കുന്നു, അല്ലാ ഇതേതാ അല്ലാ, ഈ സുഗന്ധം ഏതാണ് റബ്ബേ? ജീവിതത്തിൽ ഞങ്ങൾ ഇതുപോലെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. ഇത് ഏതാണ് പടച്ചവര്, ഇതേതാണ് പടച്ചവര്? നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ആ സുഗന്ധം ഏതെന്നറിയുമോ? നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ആ സുഗന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ആ സുഗന്ധമാണ്. ആ പരലോകത്ത് നിൽക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഈ സുഗന്ധം ഏതാണെന്ന്. ഇതാടോ നോമ്പുകാരന്റെ മഹത്വം, ഇതാണ്. പ്രായമുള്ളവര് നോമ്പ് പിടിക്കുന്നല്ലോ, രോഗികൾ നോമ്പ് പിടിക്കുന്നല്ലോ. വാപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന പ്രായം ചെന്ന ഉപ്പയോട് പറയുകയാണ്, പടച്ചവനെ, രോഗിയായിട്ട് പോലും നിങ്ങൾ നോമ്പ് പിടിക്കുന്നല്ലോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്റെ ഭാര്യ പറയുന്നത് നിനക്ക് ഗ്ലാമറില്ലെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ പോലും പലപ്പോഴും നിന്നോട് അതിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. എന്നാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ഹുർലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? ഈ പ്രായം ചെന്ന, ഈ രോഗം പിടിച്ച, നോമ്പ് പിടിച്ചിരിക്കുന്ന ഉപ്പാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ആ മനുഷ്യനെ എനിക്ക് തരണേ അല്ലാ, ആ നോമ്പുകാരനായ ആ മനുഷ്യന് എനിക്ക് ഭർത്താവാക്കി തരണേ എന്ന് സ്വർഗത്തിലെ ഹൂറില്ലീങ്ങൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, റമളാൻ മാസത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ചൂടത്ത് നടന്നു വന്നിട്ട് ഇവിടെ വന്നിരുന്ന കഷ്ടപ്പെടുന്ന പെങ്ങളെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നീ നടന്നു വന്ന ഓരോ ചുവട്ടടിക്കും പ്രതിഫലമാണ്. അല്ലാഹു നിനക്കൊരു പട്ടണത്തിന്റെ പ്രതിഫലമാ. അല്ലാഹു നാളെ നിനക്കൊരു പട്ടണം തരികയാണ്. പടച്ചവനെ, ഒരു നാട് തന്നെ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ തരികയാണ്. എന്തിനാ? ഇൽമു പറയുന്ന മജ്ലിസിൽ വന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരു പട്ടണം തന്നെ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ എഴുതി തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമളാനിനെ ബഹുമാനിച്ചോ, റമളാനിനെ പരിഗണിച്ചോ. ഇത് കളിയാക്കണ്ട മാസമല്ല, നിസാരമാക്കണ്ട മാസമല്ല. അല്ലാഹു ബഹുമാനിച്ച മാസമാ. അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത മാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണേ, ആദരവ് കൊടുക്കണേ, പരിഗണിക്കണേ. എന്ത് പരിഗണനയാണ് ഞാനും നിങ്ങളും കൊടുത്തത്? വെറുതെ പട്ടിണി ഇരുന്നിട്ട് കാര്യമില്ല. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. വയറിന് മാത്രം നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. പടച്ചവനെ, കണ്ണിന് നോമ്പുണ്ടാകണം,
നോമ്പുണ്ടാകണം, ചെവിക്ക് നോമ്പുണ്ടാകണം, നാവിന് നോമ്പുണ്ടാകണം, കൈക്ക് നോമ്പുണ്ടാകണം, കാലിന് നോമ്പുണ്ടാകണം, നിന്റെ ഹൃദയത്തിന് നോമ്പുണ്ടാകണം, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. അപ്പോഴാണ് നോമ്പാകുന്നത്. അല്ലാതെ പട്ടിണി കിടന്നിട്ട് നാവ് കൊണ്ട് മോശമായ കാര്യങ്ങൾ പറയുകയാ, ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുകയാ, നോമ്പ് പിടിച്ചിട്ട് ഹറാമ് കാണുകയാ, ഹറാമ് കേൾക്കുകയാ, അള്ളാഹിന് ഇഷ്ടമില്ലാത്തത് പറയുകയാ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോവുകയാ, ആവശ്യമില്ലാത്തത് പിടിക്കുകയും തൊടുകയും ചെയ്യുക. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവര്, ഇത് പാപമാണോ? അതൊരു നോമ്പുകാരന് ചേർന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റമദാൻ എവിടെ നോക്കിയാലും ഇഫ്താർ സംഗമങ്ങൾ നടക്കുകയാണ്. ഏറ്റവും വലിയ ക്യാമ്പയിനായി പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനാണ്. പരിശുദ്ധമായ റമദാനിൽ പടച്ചവനെ പ്രതിജ്ഞ എടുക്കുകയാണ് ലഹരിക്കെതിരായിട്ട്. അതൊരു വിപത്താണോ? അതൊരു സാമൂഹിക വിപത്താണ്. എല്ലാ പള്ളികളിലും പല സ്ഥലങ്ങളിലും അതിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോ സഹോദരാ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എല്ലാവരും കള്ളുകുടിയും കഞ്ചാവും മയക്കുമരുന്നും അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്, അതൊക്കെ നാശം തന്നെയാണ്. ഞാനതിനെ നിസ്സാരമായി പറയുന്നില്ല. എന്നാ എല്ലാവരും അതിന്റെ പുറകിൽ നടക്കുമ്പോ നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ടോ? എല്ലാരും കള്ളു കുടിക്കാറില്ല, എല്ലാരും മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല, എല്ലാവരും കഞ്ചാവടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഞാനും നിങ്ങളും ഇത്രയും പരിഗണന കൊടുക്കുമ്പോ അതിനേക്കാളും ഒരു വലിയ ദുരന്തം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതിനേക്കാളും വലിയ ഒരു ദുരന്തത്തിന്റെ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് സഞ്ചരിക്കുന്നത്. അതെല്ലാരും മറന്നു പോവുകയാണ്, അതെല്ലാരും മറന്നു നടക്കുകയാണ്. ആ ദുരന്തം ഏതാണെന്നറിയുമോ? പുതിയ തലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ പോകുന്നടോ. പുതിയ തലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, അന്ത്യദിനത്തിൽ വിശ്വാസമില്ല. അവർക്ക് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അവര് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മണ്ണോടലിഞ്ഞു കഴിഞ്ഞാൽ സർവ്വതും തീർന്നെന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്കുള്ളത്. നിങ്ങൾ ഭയപ്പെടണം സഹോദര. സിറാജ് വെറുതെ പറഞ്ഞതല്ല. 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ പൊന്നാര മക്കളെ നീയൊന്ന് പിടിച്ചെടുത്തിരുത്തണേ. എന്നിട്ട് നീയൊന്ന് ഉപദേശിക്കണേ. നീ നിന്റെ മക്കളോട് ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ, നരകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ യുവതലമുറ ഇന്ന് പരിഹസിക്കുകയാ. ഇന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇതെല്ലാരും ഒന്നും അടിക്കാറില്ല, അത് പോട്ടെ. എന്നാ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ? അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഇന്നത്തെ മക്കൾക്ക് വിശ്വാസമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് മക്കളോട് ചോദിക്കും, മക്കളെ സ്വർഗമുണ്ട് കേട്ടടാ, സ്വർഗമുണ്ട്. നബിതങ്ങൾ പറയുന്നത്, സ്വർഗത്തിലെ ഒരു മരം, ഒരു തണൽ വൃക്ഷം, എന്താ ഇവിടെ ഒരു മരം നിൽക്കണണ്ട, ഈ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽക്കുന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 കൊല്ലം വാഹനത്തിൽ സഞ്ചരിച്ചാൽ ആ മരം വിട്ടുകിടക്കില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയനാ റസൂലുള്ളാഹി. 100 കൊല്ലം ഒരു മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ പറ്റാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് ഏതെങ്കിലും വാപ്പയും ഉമ്മയും നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ അവനിങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കും. എന്തൊരു തെള്ളലാ വാപ്പ നിങ്ങൾ തെള്ളണേ, ഇതെന്താ നിങ്ങൾ പറയണം? 100 കൊല്ലം സഞ്ചരിച്ചാലും തീരാത്ത വലുപ്പമുള്ള മരം എന്ന് പറഞ്ഞ അവൻ ട്രോളും നമ്മളെ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, എന്തിനാ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മക്കളുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ ചിരി എന്നെ കേൾക്കുമ്പോ എന്നെ ട്രോള് വാങ്ങള്. ഞാനിത് പറയുമ്പോ എന്ത് തെള്ളലാ അല്ലാ ഇതില്ലേ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നബിതങ്ങൾ പറഞ്ഞതാ. ഇല്ലെങ്കിൽ നാളെ അവിടെ പോകുമ്പോ കാണാം ഉണ്ടോ ഇല്ലയോന്ന്. എടാ, ഇന്നത്തെ കുട്ടികളോട് അടുക്കളയിൽ ഉമ്മമാര് ചോറ് വെക്കുമ്പോ തലയിൽ തുണിയിടാതെ അടക്കുന്ന മോളോട് പിടിച്ചിട്ടെടി
നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പ. ആ ചെരുപ്പ് ധരിച്ചാൽ തന്നെ തലച്ചോറ് ഇങ്ങനെ മുഖത്തൂടെ ഒഴുകും. അതാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഈ തീ കണ്ടോ? ഈ തീ നരകത്തിലെ തീയുടെ 70% ഉള്ളൂ. ഓൾ ഉമ്മാനെ നോക്കിയിട്ട് ഒരു ചിരി ചിരിക്കും. എന്താ ഈ പറയണേ? എടാ, ഈ തീ തന്നെ മനുഷ്യനെ കൊല്ലുന്നു. അപ്പൊ ഇതിന് 70 ഇരട്ടിയുള്ള തീ. ഇതാ ഇന്നത്തെ കുട്ടികൾക്ക് അതിലൊന്നും എവിടാന്നാ ചോദിക്കണേ നരകം? എവിടെ ഉസ്താദെ? ആകാശത്തിന്റെ മുകളിലാണോ ഭൂമിയുടെ അടിയിലാണോ വല്ല കടലിനടിയിൽ കുഴിച്ചിട്ടേക്കുവാണോ എന്നാ ചോദിക്കണേ ഇന്ന് നരകം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടോ, കള്ളും കഞ്ചാവും എല്ലാവരും അടിക്കണില്ല. അത് കുറച്ച് പേര് അടിക്കേണ്ടവർ മാത്രമേ അടിക്കുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഭയപ്പെടണം. ഈമാനുള്ള ഇപ്പൊ കുട്ടികളെ ട്രോളെന്ന് കണ്ടിട്ടില്ലേ? ഇപ്പൊ ഞാനൊന്നും പറയണില്ല, എന്തേലും പറഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമാണ്. ഈ പണ്ടാര ഈ ലൈവ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ആകെ ഉള്ള ഉപകാരം അതാണ്. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ എനിക്കവനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വരും. ഇത് ചെയ്യാനാ സംഘാടകർക്ക് പിന്നെ അതില്ലാതെ പറ്റത്തുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണോടോ? വിശക്കുന്നവന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എടോ, ഇൽമെന്ന് പറയുന്നത് വീട്ടിൽ പോയി ഇനിയിപ്പോൾ വഴുതിന് വിളിക്കുമ്പോൾ ഉസ്താദെ എന്നാ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ, ക്യാമറ എടുത്ത് ഓണാക്കി വെച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇരുന്ന് കേട്ടാൽ പോരെ. ഈ ഓൺലൈനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് തിരുവനന്തപുരം മുതൽ ഇവിടെ വരെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മാത്രം നോക്കിയിരിക്കുന്ന ചില ജീവികളുണ്ട്. പട്ടിണി കിടക്കണ നായിക്ക് ഒരു എല്ല് കൊടുത്താൽ അത് തിന്നണ പോലെ നമ്മുടെ എന്തെങ്കിലും വായിൽ നിന്ന് വീഴാൻ കാത്തിരിക്കും. അപ്പം തന്നെ കട്ട് ചെയ്ത് വഴുത് തീരുന്നതിന് മുമ്പേ ഇട്ടിട്ടുണ്ടാകും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ ചിലപ്പോൾ ഈ പറഞ്ഞതും എടുത്ത് വേണേൽ കട്ട് ചെയ്തിട്ട് കളയും. അതാ ഇന്നത്തെ കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ആയിപ്പോയി. ഇന്ന് വിശ്വാസമില്ല മക്കൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പരിശോധന. നിങ്ങൾക്ക് തന്നെ ഇല്ലല്ലോ. ഉസ്താദന്മാർ ഈ പറയുന്ന കേൾക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ? അല്ല, എന്താ അല്ല ഇവരീ പറയണേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമില്ലാതെ പോകുന്നു. ഭയപ്പെടേണ്ടത് എവിടെയാ? അതുകൊണ്ടെന്താ, രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ, എല്ലാ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോ സാധാരണ ഒരു വാർത്തയായി മാറി കൊലപാതകം. അതിന്ന് വളരെ സിമ്പിളായി. ഉമ്മമാരെയെ ഇപ്പൊ എല്ലാത്തിനും ഇഷ്ടം. എല്ലാം സൂക്ഷിച്ച് നടന്നോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് കുറെ നാള് കുറുവ സംഘത്തിയായിരുന്നു പേടി. ഇപ്പൊ കുറുവ ഒന്നുമല്ല, വീട്ടിൽ കിടക്കണം മക്കൾ വല്ലതും തല്ലിക്കൊല്ലും എന്നുള്ള പേടിയപ്പോ ഉമ്മായിക്ക്. മക്കള് തല്ലിക്കൊല്ലുന്ന കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമളാനിൽ, പരിശുദ്ധമായ റമളാനിന്റെ ഓരോ പ്രഭാതങ്ങൾ പൊട്ടിവിടരുമ്പോഴും നമുക്ക് ഭയമാണ്. കൊലപാതകങ്ങളുടെ വാർത്തയാണ്. പടച്ചവനെ, കള്ളും കഞ്ചാവും മയക്കുമരുന്നും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അതിന്റെ അടിമകളായിരിക്കുകയാണ്. കൂടെ പഠിക്കുന്നവനെ തല്ലിക്കൊന്നിട്ട് തോളത്തെ കൈകിട്ടുകൊണ്ട് നീ എന്റെ ചങ്കാടാ എന്ന് പറയേണ്ട കൂട്ടുകാരന് തല്ലിക്കൊന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പടച്ചവനെ ഞങ്ങൾ കൊന്നു എന്ന് നിസാരമായി പറയുന്ന ഒരു കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അതിലുപരി നമ്മൾ ഭയപ്പെടേണ്ടത് എവിടെയാണ്? യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരാൾക്ക് പോലും അറിയുന്നില്ല. ഇവരെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒരു പിടിയും കെട്ടാത്ത കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധമായ റമളാനിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ, റമളാനിൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം റമളാനാണല്ലോ. ഈ റമളാനിലാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ റമളാൻ എന്ന് പറയുന്ന ഈ മാസത്തില് എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആനിന് എന്തിനാ അല്ലാഹു നമുക്ക് ഇറക്കി തന്നത്? നമുക്കൊരു വഴികാട്ടിയായിട്ടാണ്, നമുക്കൊരു മാർഗദർശനമായിട്ടാണ് അല്ലാഹു ഖുർആനിനെ ഇറക്കി തന്നത്. ഈ ഖുർആനിനൊരു പവറുണ്ട്, ഈ ഖുർആനിനൊരു മഹത്വമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ റമളാനിന് മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ വഅദ് പറയുന്ന സിറാജിന് സ്വർഗം വാങ്ങിത്തരാൻ റമളാനിന് മഹത്വമുണ്ട്. അതുപോലെ ഖുർആനിനും സ്ഥാനമുണ്ട്. ഖുർആൻ വിചാരിച്ചാ എനിക്ക് നരകം വാങ്ങിത്തരാം, എനിക്ക് സ്വർഗം വാങ്ങിത്തരാം. ഇതുപോലെ ഓരോരുത്തർക്കും പറ്റും സഹോദരാ. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേട്ടുകൂടെ? അല്ലാഹുവിന്റെ ഖുർആനിന് എന്താണ്
പറയാനുള്ളതെന്ന് ഒരു മനസാക്ഷിയുള്ളവനാ ചെറുപ്പക്കാരാ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കടാ. അത് അല്ലാഹുവിന്റെ കലാമല്ലേ, അത് അല്ലാഹുവിന്റെ കലാമല്ലേ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാൻ ഒരല്പസമയം നീ മാറ്റിവെച്ചാൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ആ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കാൻ നീ തയ്യാറായാൽ പിന്നെ വഅദിന്റെ ആവശ്യമില്ല, പിന്നെ പ്രഭാഷണങ്ങളുടെ ആവശ്യമില്ല, പിന്നെ ഉപദേശങ്ങളുടെ ആവശ്യമില്ല. പടച്ചവനെ, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാ മതി ജനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാൻ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം ആരും നോക്കുന്നില്ലെന്ന്. സഹോദര, ആയിരക്കണക്കിന് പേര് മുസ്ലിമീങ്ങളുടെ ജീവിതം വീക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു കാലമുണ്ടായിരുന്നു എന്റെ അയൽവാസി ഒരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്താണ് മുസ്ലിമായപ്പോ? അതാണ് മുസ്ലിമിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ചറിയുമോ? യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിനോട് വല്ലാത്ത എതിർപ്പാണ്. നബിതങ്ങളെ പല പ്രാവശ്യം കൊല്ലാൻ നോക്കിയവനാണ് സുമാമ. ഒരുപാട് പ്രാവശ്യം നബിതങ്ങളെ വധിക്കാൻ പരിശ്രമിച്ചവനാണ്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. സുമാമയ്ക്ക് വല്ലാത്ത കോപമായി. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു. അവന്റെ ഉപദ്രവം അത്രത്തോളം കഠിനമായി. അവസാനം നബിതങ്ങളെ പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളഞ്ഞേക്ക് സഹാബാ. അവൻ അത്രത്തോളം ഉപദ്രവിച്ചവനാണ്. നബിതങ്ങളെ പറഞ്ഞു, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് സുമാമയെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ നബിതങ്ങളെ പറഞ്ഞ മനുഷ്യനാണ്. ഒരു ദിവസം രാത്രിയായപ്പോ മദീനയിലൂടെ ഒരു മനുഷ്യനെ ആ സമയത്ത് കാണുകയാണ്. അവന് സഹാബത്ത് കണ്ടടോ, ആ മനുഷ്യനെ പിടിച്ചു. അവനോട് ചോദിച്ചത് മുഴുവനും അവൻ എന്തൊക്കെയോ മറുപടിയാണ് പറയുന്നത്. സഹാബത്തിന് സംശയമായി, ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണോ, ഇസ്ലാമിന്റെ അനുകൂലിയാണോ? എന്തായാലും നബിതങ്ങൾ വന്നിട്ട് തീരുമാനിക്കാം. സുമതാ പടച്ചവനെ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിട്ട് തീരുമാനമെടുക്കാം. നബിതങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നു. തൂണിൽ കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രിയിൽ കണ്ടവനാണ്. പടച്ചവരെ, അവൻ പറയുന്നത് മുഴുവനും കള്ളമാണ്. അവന്റെ വിഷയത്തിൽ സംശയമുണ്ട് നബിയേ, അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൂണിൽ കെട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ തൂണിൽ കെട്ടിയിരുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് നബിതങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ഈ കിടക്കുന്നതാരാണെന്നറിയുമോ സഹാബാ? ഈ കിടക്കുന്നതാരാണെന്നറിയുമോ സഹാബാ? ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് മുഴുവനും ചാടി എഴുന്നേറ്റ് റെഡിയായി നിൽക്കുകയാണ്. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ നബിതങ്ങൾ പറഞ്ഞ സുമാമയാണ്. മസ്ജിദ് നബവിയിലെ കണ്ണിന്റെ മുമ്പിൽ തൂണിൽ കെട്ടിയിരിക്കുന്നത് നബിതങ്ങളെ കൊല്ലാൻ പോയവനാണ്, നബിതങ്ങളെ വധിക്കാൻ പോയവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാണ്. അതുകൊണ്ട് നബിതങ്ങൾ പറയുന്ന മറുപടി കേൾക്കാൻ ആ സ്വഹാബത്ത് തയ്യാറായി നിൽക്കുമ്പോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നുകളയാ സഹാബത്ത് തയ്യാറായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ,
ഒരാളും തൊട്ടുപോകല്ല സ്വഹാബാ. സുമാമയെ ഒരാൾ പോലും തൊട്ടുപോകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പ്രഖ്യാപനമാണ്. സഹാബത്തിന് സഹിച്ചില്ലടോ. എന്തേ നബി തങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് പറയുന്ന ഒരു രാജാവാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് ഭക്ഷണത്തിന് കുറവ് വരുത്തരുത്. സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, സ്വഹാബത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തു, അവിടെ നിന്ന് പാല് കൊടുത്തു. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. ഒരു ദിവസം കഴിഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന സുമാമയുടെ ചാരത്തേക്ക് നബി തങ്ങൾ കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, സുഖമാണോ സുമാമ? എന്തുണ്ട് വിശേഷമെന്ന് നബി തങ്ങൾ വന്ന് ചോദിക്കുമ്പോ സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? ഫഖാല ഇന്ദി യാ മുഹമ്മദ് ഖൈർ, എനിക്ക് സുഖമാണ് മുഹമ്മദ്, എനിക്ക് സുഖമാണ് മുഹമ്മദ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, എന്നെ വെറുതെ വിട്ടാ നിനക്ക് ഞാൻ ആവശ്യമുള്ള സമ്പത്ത് തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടി ഇതാണ്. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ വന്നു, സുമാമ എന്തുണ്ട് വിശേഷം? ഇതേ മറുപടി തന്നെയാണ് പറയുന്നത്. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ വന്നു, അവിടെ നിന്ന് ചോദിച്ചു, സുമാമ സുഖമാണോ? ഇനിതാ എനിക്ക് സുഖമാണ് മുഹമ്മദ്, എന്നെ വേണമെങ്കിൽ നിനക്ക് കൊന്നുകളയാ, എന്നെ വെറുതെ വിട്ടാ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഴിച്ചു വിട്ടേക്കാർ, ഒരാള് പോലും തൊട്ടുപോകരുത്. സുമാമ അഴിച്ചു വിട് സഹാബ. അവിടെ നിന്ന് അഴിച്ചു വിടുകയാണ്. സഹാബത്ത് മുഴുവനും ഒന്നും തിരിയാതെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവേ, കുറച്ചങ്ങ് സഞ്ചരിച്ചു. സുമാമ തന്റെ വാഹനം കെട്ടിയിടുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് കൈകാലുകൾ കഴുകുകയാണ്. എന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമയതാ നബി തങ്ങളുടെ മുമ്പിലേക്ക് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സുമാമ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. സുമാമ പറയുന്നത് എന്തെന്നറിയുമോ? നബിയേ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ, എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ മുഖമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് മദീനയാണ്. അങ്ങയുടെ മദീനയോട് എനിക്ക് വെറുപ്പായിരുന്നു. എനിക്ക് ആഗ്രഹമാ നബിയേ, ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാ നബിയേ. എന്തൊരു ജീവിതമാണ് മുസ്ലിമീങ്ങള്! നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതം കണ്ടിട്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ആ സുമാമ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ ഇന്ന് മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ അറപ്പ് തോന്നുകയാ, വെറുപ്പ് തോന്നുകയാ, മറ്റുള്ളവർക്ക് പോലും വിദ്വേഷം തോന്നുകയാ. അതിന്റെ കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവർത്തനവുമാണ്. എന്തൊരഹങ്കാരമെന്നറിയുമോ, എന്തൊരു ധിക്കാരമെന്നറിയുമോ? പണക്കൊഴുപ്പ് കാണിക്കുകയാണ്. അല്ലാഹനെ മറന്നുകൊണ്ട് അമുസ്ലിമീങ്ങൾ പോലും കാണിക്കുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവര് പോലും അല്ലാഹുവേ പടച്ചവനെ ഭയന്ന് ജീവിക്കുമ്പോ നമ്മുടെ സമുദായം കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ,
പരിധികൾ കഴിഞ്ഞു പോയടോ, പരിധികൾ കഴിഞ്ഞു പോയടോ. ഇന്ന് അല്ലാഹുവിൽ വിശ്വാസമില്ല, അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ പുച്ഛിക്കുകയാണ്, നിയമങ്ങളെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ ഉമ്മത്തിന്റെ പോക്കെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ എന്തേ നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് അല്ലാഹുവേ പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരോട്, മക്കളെ ഇതെന്ത് ജീവിതമാ മക്കള്? എങ്ങനാ മോളെ അല്ലാഹനെ പരിഹസിക്കുന്നത്? നിനക്ക് നരകമുണ്ടെന്ന് വിശ്വാസമില്ല, സ്വർഗത്തെ നീ കളിയാക്കുകയാണോ? മോളെ നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നിനക്ക് നരകമുണ്ടെന്ന് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസം വരുന്ന ഒരു ദിവസമുണ്ട് പെണ്ണേ. കാണണോ ചെറുപ്പക്കാരാ? നരകം നിനക്ക് കാണണോ? എന്നാ കാണുമടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, നിന്റെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു നരകത്തെ കൊണ്ടുവരും പെണ്ണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരും. അന്ന് നിനക്ക് നരകത്തിന്റെ വലുപ്പമറിയാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ ഞാനും നിങ്ങളും പള്ളിയിൽ നിന്ന് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പേടിച്ച് വിറച്ച് മുടുതുടിയില്ലാതെ യാ വൈലതാ യാ ഹസറതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് ജിബ്രീൽ പറയുന്നു, മാലിക്കേ നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ കൊണ്ടുവന്നിട്ട് നരകത്തെ അങ്ങ് കെട്ടുകയാ മോനെ, നരകത്തെ അങ്ങ് കെട്ടുമടാ മോനെ. ആ ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പം അറിയുമോ? ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ ദുനിയാവിനെക്കാളും വലുതാ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള ഒരു കൊളുത്ത്. ആ കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് 70,000 മലക്കുകൾ ഒരു ചങ്ങലയിൽ പിടിച്ചിട്ട് ലക്ഷക്കണക്കിന് മലക്കുകൾ തലതാത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഉളുവാറിന്റെ മണ്ണിലൂടെ പരിഹസിച്ച് നടന്ന പെണ്ണ്, നിന്റെ അവസ്ഥ അല്ലാഹു പറയുകയാ. എടാ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ കണ്ടുപടച്ചവനെ, നരകം കണ്ടുപടച്ചവനെ, നരകത്തിന്റെ വലുപ്പം കണ്ടുപടച്ചവനെ. അല്ലാഹുവേ നരകത്തിന്റെ അട്ടഹാസം കേട്ട് തമ്പുരാന് ആ നരകം കടന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ. അതുകൊണ്ട് ഫർജിഅനാ, എനിക്കൊരവസരം തരണേ അല്ലാ, എനിക്കൊരവസരം തരണേ അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് കരയുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കോ, അഹങ്കാരവും ധിക്കാരവും എല്ലാം മാറ്റിക്കോ. ഇല്ലെങ്കിൽ നിനക്ക് വരുന്നത് ഭയാനകമായ ഭവിഷ്യത്താണ്, വലിയ വലിയ അദാബുകൾ നിന്നെ തേടി വരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് പറയും, ഉസ്താദേ നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറ അടിച്ചു പൊളിക്കുമ്പോ 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന
ആ സ്വഹാബത്തിന്റെ ചരിത്രമെടുത്ത് വായിക്ക ചെറുപ്പക്കാരാ. ബദർ ദിനം കഴിഞ്ഞല്ലോ. 20 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്ന് നിനക്കറിയുമോ? എല്ലാം ചെറുപ്പക്കാരാ മോനെ. നിന്റെ പ്രായമേ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തത് 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരുപാട് സ്വഹാബാക്കളാണ് ബദറിൽ പങ്കെടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ യുദ്ധത്തിൽ പങ്കെടുത്ത കൗമാരക്കാരെന്നറിയുമോ? മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ്, എന്നിട്ടോ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാർ, എല്ലാവരും 20 വയസ്സിന്റെ താഴെ പ്രായമുള്ളവരാ. അവരൊക്കെ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തവരാ. അത് മാത്രമല്ല, മഹാനായ സഹാബി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്, പടച്ചവനെ, അതാ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ, 16 വയസ്സുള്ള ഒരു പൊന്നുമോൻ ബദറിന്റെ രണാങ്കണത്തിലൂടെ ഒളിച്ചൊളിച്ച് നടന്നു പോവുകയാ. ആരും കാണാതെ ഒളിച്ചു പോവുകയാണ്. സഹോദരൻ ചോദിക്കുന്നു മിസ്അബിനോട് ചോദിച്ചു, ഉമൈറിനോട് ചോദിച്ചു, എന്തിനാടാ പതുങ്ങി നടക്കുന്നത്, ഒളിച്ചും പാത്തും നടക്കുന്നത്? ഉമൈറിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വന്തം ഇക്കയോടാണ് പറയുന്നത്, നബിതങ്ങളെ കണ്ട ഞാൻ പയ്യനാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു പറഞ്ഞു വിടും, യുദ്ധത്തിന് സമ്മതിക്കൂല. ഞാൻ പയ്യനാണെന്ന് പറഞ്ഞ് എന്നെ യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞ് എന്റെ ജ്യേഷ്ഠനോട് പറയുകയാണ്, നബിതങ്ങൾ എന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് റസൂലുള്ള കാണാതെ ഒളിഞ്ഞു നടക്കുകയാ, മുത്തുനബി കാണാതെ ഒളിഞ്ഞു നടക്കുകയാ. ആ 16 വയസ്സുകാരൻ അവസാനം നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ പയ്യനാണ്, നീ വിദ്യാർത്ഥിയാണ്, 16 വയസ്സേ ഉള്ളൂ, നീ യുദ്ധത്തിന് വരണ്ട. നബിതങ്ങളുടെ കാല് പിടിച്ചിട്ട് കരഞ്ഞടാ ചെറുപ്പക്കാരാ. സ്വന്തം ബാപ്പയത്തെല്ലാം കൈപൊക്കുന്ന യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട യുവത്വം അറിയേണ്ട കാര്യമാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ 16 വയസ്സുകാരൻ മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് കരയുകയാ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ. മുത്തുനബിയുടെ കൈപിടിച്ച് കരയുകയാണ്. അവസാനം അവന്റെ സങ്കടം കണ്ടിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് സമ്മതം കൊടുത്തു. അതാ ജ്യേഷ്ഠം പറയുകയാണ്, അനുജന്റെ വാള് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല, അവന്റെ പരിച കെട്ടിക്കൊടുത്തത് ഞാൻ തന്നെയാണ്. എന്റെ സഹോദരൻ ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായെന്ന് പറയുമ്പോ ഇന്നത്തെ 16 വയസ്സുകാരന്റെ കാര്യം പറയാനില്ലടോ. എന്തിനാ, ചെറിയ മക്കളുണ്ടല്ലോ, 10 വയസ്സുള്ള 12 വയസ്സുള്ള നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് പോകുമ്പോ മുഅവ്വദും മുഅദാ 2 കുട്ടികള് അവിടെന്ന് ചരിത്രം പറയുകയാണ്, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് കടന്നു ചെല്ലുമ്പോ അതാ തന്റെ മറുഭാഗത്ത് ഇടതും വലതും 2 മക്കളാണ്. പടച്ചവനെ, ആരൊക്കെയാണെന്നറിയുമോ? മുആദും മുഅവ്വദും എന്ന് പറയുന്ന 2 ചെറിയ വിദ്യാർത്ഥികൾ, 2 കുട്ടികളാണ് ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ഞാൻ ബദർ യുദ്ധത്തിൽ പോകുമ്പോ എന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കുന്ന 2 കൊച്ചു മക്കളാ, മുഅവ്വദും മുആബിദും, 2 ചെറിയ വിദ്യാർത്ഥികൾ. ഇപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു പോയി, അല്ലാ, യോദ്ധാക്കളും അല്ല ആയിരുന്നെങ്കിൽ യുദ്ധത്തിന് പോലല്ലേ, ഈ 2 കുട്ടികളുടെ കൂടെ ഞാൻ എങ്ങനെ പോകാനാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, പടച്ചവനെ, ഞാൻ ആഗ്രഹിച്ചു പോയി, വല്ല യോദ്ധാക്കളും ആയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അപ്പൊ ഈ കുട്ടികള്, ആ സഹാബി പറയാ, ഈ വലതും ഇടതും നിൽക്കുന്ന മക്കള് മഹാനവറുകളോട് ചോദിക്കുകയാണ്. മഹാനവർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ കുട്ടികൾ ചോദിക്കുന്നു, യാ അമ്മി, നമ്മള് മാമാ മാമാന്ന് വിളിക്കൂലേ, ഏ മാമാന്ന് വിളിക്കണത് പോലെ ഈ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, യാ അമ്മി. അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഏ മാമാ, ഈ അബൂജഹൽ ആരാണെന്നൊന്ന് കാണിച്ചു തരുമോ? ആ കുട്ടികൾ ചോദിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ട, യാ അമ്മ ഹൽ തഅരിഫു അബൂജഹൽ ആരാ? അപ്പൊ മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് അറിയോന്ന്, അബൂജഹലിനെ അറിയോന്ന് ചോദിച്ചു.
അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം, വമാ ഹാജത്തുക്ക്, നിങ്ങൾ എന്തിനാ അബൂജഹലിനെ തിരക്കണേ? ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മക്കളെ അബൂജഹലിനെ തിരയണേ? അപ്പൊ അവർ കുട്ടി പറയാ, അവൻ നബിതങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ തിരയുന്നേ. ഞങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ, അവൻ പറയാ, ആ ചെറിയ മക്കള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയാ, എന്റെ കയ്യിൽ കിട്ടിയ ഒന്നുകിൽ അവൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും. ആ ചെറിയ കുട്ടി പറയാ, അബൂജഹലിനെ എന്റെ കയ്യിൽ കിട്ടിയ ഒന്നീ ഞാൻ മരിക്കും അല്ലെങ്കിൽ അവൻ മരിക്കും, ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ ഉണ്ടാവും. ഇപ്പുറത്ത് നിൽക്കുന്നവൻ വിളിക്കുന്നു, മാമ മാമ എനിക്കൊന്ന് കാണിച്ചാ, മാമ ആരാ? ഓ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ആ കുട്ടികളുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയെന്ന്. ആ കുട്ടികളുടെ ആ ഒരു ധൈര്യത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. സഹാബി കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് അവനാ, ആ വരുന്നവൻ കാണിച്ചു കൊടുത്തു. ആ കൊച്ചു കുട്ടികളാണ് അവനെ കൊന്നുകളഞ്ഞത്. ഇന്നത്തെ മക്കൾ മൊബൈലിന് വേണ്ടി. ഇന്നത്തെ കുട്ടികളുടെ ജീവിതം എന്താ? ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പൊ താമരശ്ശേരിയിൽ ഒരുത്തൻ ഉമ്മായെ വെട്ടിക്കൊന്നു, എന്റെ വീടിന്റെ പരിസരത്ത് ആ ഒരുത്ത 5 എണ്ണത്തിനെ കൊന്നുകളഞ്ഞേ. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയും കഞ്ചാവാ കഞ്ചാവാ കഞ്ചാവാ, പോട്ടെ കഞ്ചാവാ മയക്കുമരുന്ന. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മോൻ നിന്റെ അടുത്ത് ചൂടാവുന്നത് കഞ്ചാവ് അടിച്ചിട്ടാ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നിന്റെ മോൻ എത്ര വയസ്സുണ്ട് നിനക്കറിയാലോ, അവൻ നിന്റെ അടുത്ത് ചൂടാകുന്നത് കഞ്ചാവ് അടിച്ചിട്ടാ അല്ലെങ്കിൽ മയക്കുമരുന്ന് വലിച്ചിട്ടാ, MDMA വലിച്ചിട്ടാ? അല്ല. നീ എത്ര ഉപദേശിച്ചു നോക്കി നിന്റെ മോനെ, മോനെ നന്നാവടാ നന്നാവടാ. ഇപ്പൊ ഈ സദസ്സിൽ 2 വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗം, ഉസ്താദെ എൻ്റെ മക്കൾ എന്തേ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയെ, എത്ര ഉപദേശിച്ചു എന്തൊക്കെ ചെയ്തു, നന്നാകുന്നില്ല ഉസ്താദ്, എത്ര വഴുത് കെട്ടു, ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ വിഭാഗം, മക്കളിരുന്ന് കരയുന്നു, എൻ്റെ വാപ്പ എന്താ അള്ളാ ഇത്രയും പ്രായമായിട്ട് നന്നാകാത്തെ. മക്കളുടെ വാപ്പയുടെ സങ്കടം എന്താ? എന്റെ മോൻ എന്തേ പടച്ചവനെ ഇങ്ങനെ ആയിപ്പോയത്, നന്നാകുന്നില്ലല്ലോ. മോന്റെ സങ്കടം എന്താ? ഇയാൾക്ക് പ്രായമായി മുടിയൊക്കെ നരച്ചിട്ട് എൻ്റെ ഉപ്പ ഇപ്പോഴും ഇങ്ങനെ നടക്ക, നന്നാകുന്നില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? വഴുതില്ലാഞ്ഞിട്ട, ഉപദേശങ്ങളില്ലാഞ്ഞിട്ട. നിനക്ക് മദ്രസയും മത്തീങ്കാനയും എന്തൊക്കെ ഉണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോണില്ല. ഉപദേശം ഇല്ലാത്തതുകൊണ്ടാണ് നന്നാകാത്ത. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കണേ നമ്മളാ. നമ്മളെപ്പോലെ ഉപദേശം കേൾക്കുന്ന ഒരാൾ ലോകത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ താത്താമാരെ പോലെ വഴുത് കേൾക്കണ ആരെങ്കിലും ലോകത്തുണ്ടോ? എല്ലാത്തിന്റെ മൊബൈല് നിറയെ വഴുത. രാവിലെ 4 മണിക്ക് തുടങ്ങും, അങ്ങനെ തുടങ്ങിയ രാത്രി 12 മണി വരെയൊക്കെ. നമ്മുടെയൊക്കെ വഴുത് ഇരുമ്പോൾ 1 മണിയാ ലലിതീവ, നമുക്കൊക്കെ 3 നമ്മുടെയൊക്കെ വഴുത്. ഓനിങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ വഴുത് നിർത്തണമെന്ന് ആകെ ആഗ്രഹിക്കണ ഓൻ മാത്രമേ ഉള്ളൂ. മൈക്കസെറ്റുകാരൻ മാത്രം. കാരണം എന്താ? ഓൻ്റെ ജനറേറ്ററിനകത്ത് ഡീസൽ തീർന്നുകൊണ്ടിരിക്കുക, ഓനുറങ്ങണ്ടേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണത് ഈ പെണ്ണുങ്ങളാണ്. എന്നാൽ ഇവരുടെയൊക്കെ സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹു അഅലം. പടച്ചോൻ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്തേ നന്നാകാത്തത്? എന്നാ വഴുതെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വഴുതെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖിയാമത്ത് നാള് വരെയുള്ള ആൾക്കാർ മുഴുവനും ഈ പെണ്ണിനെ കണ്ടുപിടിക്കാനാ പറഞ്ഞേ. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ള പറയാ, ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിമീങ്ങൾ ഓളെ കണ്ടുപിടിക്കണം. ആ ഓള ആരാ? ഏതെങ്കിലും നബിയുടെ ഉമ്മ ആണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയാണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ മകളാണോ? അല്ല. നിന്നെ പോലെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മോള്. വലിയ കുടുംബമൊന്നുമില്ല, പ്രവാചക കുടുംബമൊന്നുമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളെ കാണിച്ചിട്ട് അള്ള പറയുന്നു, ഖിയാമത്ത് നാള് വരെയുള്ളവർ ഓളെ കണ്ടുപിടിക്കാൻ. ആ ഓള ആരാ? ജീവിതത്തിൽ ഒറ്റ വഴുതേ കേട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണമേ ആ പെണ്ണ് കേട്ടിട്ടുള്ളൂ. അതാണ് പ്രഭാഷണം. ജീവിതത്തിൽ ഒറ്റ പ്രസംഗം കേട്ട പെണ്ണിനെ കാണിച്ചിട്ട് അള്ള പറഞ്ഞ് ഇങ്ങനെ ആകണോന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണാരാ? മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അതാ പെണ്ണ് ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? നിങ്ങളെന്തെങ്കിലും വിളിക്കുന്നത്? ആരുടെ ഭാര്യ ആസിയ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. ഹാജിയാരുടെ ഭാര്യയാണോ? തങ്ങളുടെ ഭാര്യയാണോ? ഉസ്താദിന്റെ ഭാര്യയാണോ? അല്ല വാപ്പ.
സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയ ബീവിയെ പോലെ ആകാനാ അള്ളാഹ് പറയുന്നേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണ് കേട്ട വഅദ് സിറാജ് ഉസ്താദിന്റെ ആയിരുന്നില്ല. അതാ പ്രത്യേകത. ആ പെണ്ണ് കേട്ട വഅദ് ആരുടേതാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഫിർഔനിനോട് വഅദ് പറയുന്നത് കേട്ട മഹദിയാണ് ആസിയ. അതാണ് വഅദ്. പ്രവാസനം കേട്ടാൽ അത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ ഉസ്താദെ നിങ്ങളുടെ വഅദ് കേട്ടിട്ട് ഞങ്ങൾക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്നാര കാക്കാമാരെ, നിങ്ങളാരെയും നന്നാക്കാനല്ല ഞാൻ വഅദ് പറയുന്നത്. ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ആമീൻ പറയടോ. നിങ്ങൾ നോമ്പുകാരാ, 40 പേരിൽ കൂടുതലുണ്ട്. ആരുടെ എങ്കിലും ഒരു ആമീൻ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? ഞാൻ നിർത്താറായോപ്പാ. സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ചങ്ങായി, നിങ്ങളുടെ ബേജാറ് കാണുമ്പോൾ എനിക്ക് ബേജാറ്. ഉസ്താദ് ബക്കറ്റും എടുത്തില്ല, ഒന്നും എടുത്തില്ല. എനിക്കാണെങ്കിൽ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ലത്തീഫ് എന്നെ കാണുമ്പോൾ വിഷമോ. ഉസ്താദ് ഇങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും തടി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 10-15 കിലോ കുറഞ്ഞിപ്പോൾ. അത് സമയമുണ്ടോ അപ്പോഴൊക്കെ? ശരി, അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നോമ്പ് പിടിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഡോക്ടർ എന്നെ പറയുക, നിങ്ങൾ എന്ത് മനുഷ്യനാ, നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, നോമ്പ് ഓനിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സുഖമില്ല നോമ്പ് പിടിക്കണ്ട, ആരോഗ്യമില്ല നോമ്പ് പിടിക്കണ്ട എന്ന് അവർ പറയും. പക്ഷെ നോമ്പ് നഷ്ടപ്പെട്ടാലുള്ള സങ്കടം എന്താണെന്ന് അവനല്ലേ അറിയുന്നവനല്ലേ അറിയൂ. ഡോക്ടർക്ക് അതറിയില്ലല്ലോ. ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ പിടിക്കണ്ട പിടിക്കണ്ട പിടിക്കണ്ടെന്ന്. അവർക്കങ്ങനെ പറയാടോ. പക്ഷെ ഒരു റമദാനിലെ ഒരു നോമ്പിന് പകരം സത്യം പറഞ്ഞ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാലും അതിന് പകരമാവില്ല. അതാ റമദാൻ. സത്യം പറഞ്ഞാൽ റമദാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലമല്ലടോ, ജീവിതകാലം മുഴുവനും പിടിച്ചാലും അത് പകരമാകില്ല. ഞങ്ങളൊക്കെ പറയാറുണ്ട്, നോമ്പ് പിടിക്കുന്നവന് റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്, അല്ലെങ്കിൽ സ്വർഗം ഉണ്ടെന്നൊക്കെ പറയും. സത്യത്തിൽ അതൊന്നുമല്ല പ്രതിഫലം. ഒരു നോമ്പുകാരൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അള്ളാഹിനെ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? എത്ര ഉപദേശം കേട്ടിട്ടും നന്നാകാത്തത് എന്താണ്? അതിന്റെ കാരണം അറിയണോ? വാപ്പാ, നിനക്ക് നന്നാകാൻ പറ്റാത്തത്, ഉമ്മ നിനക്ക് പ്രായമായിട്ടും നിന്റെ ജീവിതത്തിൽ നോമ്പ് പിടിക്കണം, നിസ്കരിക്കണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം എന്ന് നിനക്ക് തോന്നാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. 18കാരൻ 20കാരൻ കഞ്ചാവടിക്കുന്നു, വീട്ടിൽ വന്ന് ഉമ്മയെ തല്ലുന്നോ, വാപ്പയെ ചീത്ത പിടിക്കുന്നു. എന്തേ എന്റെ പൊന്നുമകൻ നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തതിന് റബ്ബ് കൊടുത്ത ശിക്ഷയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്നാൽ, ആ ഖുർആനിനെ അവഗണിച്ചാൽ, അതിനെ പരിഹസിച്ചാൽ, അതിനെ നിസാരമാക്കിയാൽ അല്ലാഹു തരുന്ന ശിക്ഷയാ പെങ്ങള്. റമദാൻ ഇന്ന് 22 23 നോമ്പായല്ലോ. പടച്ചവനെ, ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ നമ്മുടെ ഇമാമാണല്ലോ. ഇമാം ശാഫി തങ്ങൾ ഇമാമാണല്ലോ, നിങ്ങൾ ശാഫികളാണല്ലോ. പടച്ചവനെ, നിങ്ങളുടെ ഇമാം റമളാൻ മാസത്തിൽ 60 ഖത്തമോദി, 60 ഖത്തമോദിയ മഹാനാണ്. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു രാത്രിയിൽ 2 റക്അത്തിൽ ഖത്തമോദി തീർക്കുമായിരുന്നു. പടച്ചവനെ, ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ റമദാനിൽ ഒരുപാട് ഖത്തമോദി തീർത്തവരാണ്. പടച്ചവനെ, ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, 60 ഖത്തം വേണ്ട, 6 ഖത്തം വേണ്ട, 1 ഖത്തം വേണ്ട, 6 പേജെങ്കിലും ഓതിയോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു 6 പേജ് ഇത്രയും ദിവസമായില്ലേ പെങ്ങള് പാരായണം ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് ഖത്തം തീർക്കുമായിരുന്നു റമളാനിൽ. നബി തങ്ങളെ ഹാഫിളാണ്, മുത്തുനബി ഹാഫിളാണ്. മുത്തുനബി റമളാനിൽ ഖത്തം തീർക്കുമായിരുന്നു. ആരാ തീർത്തവരാരാ? സമയമില്ലടോ. നമുക്ക് ഖുർആനിനോടുള്ള നമ്മുടെ പെരുമാറ്റം അങ്ങനെയാണ്. ആരെങ്കിലും മരിക്കുമ്പോ എടുക്ക
കൊടുക്കാനുള്ള ഗ്രന്ഥമായി ഖുർആൻ മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ വഇന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ ഇന്ന് നിങ്ങൾ കാണാറില്ലേ, ഉളുവാറിലൂടെ ചില ചെറുപ്പക്കാര് അബൂബക്കർ എന്ന്, ഉമർ എന്ന്, ഉസ്മാൻ എന്ന്, മിസ്അബ് എന്ന്, മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് അവൻ കാണിക്കുന്ന വൃത്തികേടുകൾ കാണുമ്പോ ഇവൻ മരിക്കുമെന്ന് ചിന്തയില്ല, ഖബറിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയില്ല, ഇവൻ മുസ്ലിമീങ്ങളെ നാണം കെടുത്തുകയല്ലേ, ഇവൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന് തോന്നുന്നതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പൊന്നാര സഹോദരാ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറൂല, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. നീ അവനെ നന്നാക്കാൻ നോക്കണ്ട, ഒരിക്കലും അവൻ നന്നാകില്ല. പെങ്ങളെ പറയുകയാണ്, എത്ര ഉപദേശിച്ചാലും ചിലരും നന്നാകില്ലടോ. നന്നാകാത്തതിന്റെ കാരണം എന്താ? വൈദ ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഖുർആൻ. ചിലര് മുഹമ്മദ് എന്ന് പേരിട്ടിട്ട്, സിറാജ് എന്ന് പേരിട്ടിട്ട് കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഇവന് ഖബറുണ്ടെന്നോ മരണമുണ്ടെന്നോ പരലോകമുണ്ടെന്നോ അല്ല, ഇവൻ എന്തെല്ലാം ഇങ്ങനെ ആയിപ്പോയെ, ഓനെ ഉപദേശിക്കണ്ട, നന്നാവൂല. പെങ്ങളെ, അള്ളാഹു എഴുതി തെള്ളിയ ചില ആൾക്കാരുണ്ട്. അല്ല പറയുകയാ, എത്ര ഉപദേശിച്ചാലും കേൾക്കത്തില്ല, ചെവി അടച്ചു കളഞ്ഞു അല്ലാഹ്. നീ എത്ര ഉപദേശിച്ചാലും നിന്റെ മക്കള് കേൾക്കത്തില്ല. കാരണം എന്തേ? അവരുടെ ചെവി അള്ളാഹു അടച്ചു. നീ നെഞ്ചു പൊട്ടി കരഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങത്തില്ല. അല്ല സീല് വെച്ചു. അതാ ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണിന്റെ കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞാലും ഓളി ചിരിച്ചോണ്ട് പോകും. മനസ്സിലാക്കേണ്ടത് അവിടെയാ. ഉമ്മയും വാപ്പ എത്ര കരഞ്ഞേ, ചെവി അള്ളാഹു അടച്ചു. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും. അല്ല പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. ഉസ്താമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ പോയി ഖുർആൻ എടുത്ത് നോക്ക്. അവരുടെ ചെവി അള്ളാഹു അടച്ചു വെച്ചു, അവരുടെ ഹൃദയം അള്ളാഹു സീല് വെച്ചു. ഇനി ആ സീൽ ആര് പൊട്ടിക്കാനാ? അല്ല സീല് വെച്ചില്ലേ, ഇനി അത് മാറ്റാൻ ആരെ കൊണ്ടാ പറ്റുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാ ഖുർആൻ, അതാ ഖുർആൻ. അള്ളാന്റെ കലാമ. നിനക്കൊക്കെ കളിക്കാനും ചിരിക്കാനും പരിഹസിക്കാനും ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടിയാന്നാ പറയണ ഖുർആൻ. അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി പോയി. അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ നിന്നെ അല്ല പേര് വെട്ടിക്കളയും. ബാപ്പാ പോയി നീ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഖുർആനിന്റെ ഒരായത്ത് കേട്ടാൽ തന്നെ മനുഷ്യൻ നന്നാകും. വായതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ ആയത്ത്. ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി, നമ്മൾ നന്നാവും. മഹാനായ ഖത്താബിന്റെ മകൻ ഉമറിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പഴയ കാലം ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം. ഒരാള് വന്നിട്ട് നിന്റെ അയൽവാസിയോട് ചോദിച്ചാൽ നിന്റെ സ്വഭാവം അയൽവാസിക്ക് അറിയാലോ. നിന്റെ അയൽവാസിക്ക് നിന്റെ സ്വഭാവം അറിയാം. അപ്പൊ ഒരാള് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ഒരാള് വന്നിട്ട് പറഞ്ഞു, എടാ ചങ്ങായി, ഉമർ മുസ്ലിമായി കേട്ടോ, ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? പോടാ, എടാ ഈ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, എന്നാലും ഉമർ മുസ്ലിം ആവില്ല. എങ്ങനെ എങ്ങനെ എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഈ കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ ആര് മുസ്ലിമായെന്ന് വിശ്വസിക്കൂല? ഉമർ മുസ്ലിമായെന്ന് ഞാൻ വിശ്വസിക്കൂല. അപ്പൊ ഉമറിന്റെ സ്വഭാവം എന്താന്ന് ആലോചിക്കേ. ഉമറിന്റെ സ്വഭാവം ചിന്തിച്ചു നോക്കിയേ. ഉമർ പറഞ്ഞു, കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശപഥമെടുത്തു, മുഹമ്മദിന്റെ തലയുമായിട്ട് ഇനി ഞാൻ തിരിച്ചു വരൂ, പോയി വെട്ടാൻ. അപ്പോഴാ ഒരാള് പറഞ്ഞു, എടാ ആദ്യം പോയിട്ട് സഹോദരിയെ നന്നാക്ക്, പിന്നെ നീ പോയിട്ട് മുഹമ്മദിനെ കൊല്ലാൻ പോകും. തന്റെ കൂടപ്പറപ്പ് ഫാത്തിമ മുസ്ലിമായി വീട്ടിലേക്ക് കയറി ചെന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ചെല്ലുന്നേ. ചെന്ന ഉടനെ എടുത്തിട്ട് അടിച്ചു. ഫാത്തിമാനെ തല്ലി ചതച്ചു. മുഖത്തൂടൊക്കെ രക്തം ഇങ്ങനെ, മൂക്കിലൂടെ വായിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ കൂടപ്പറപ്പല്ലേ
ഒരല്പനേരം ദേഷ്യമങ്ങ് മാറി, സങ്കടമായി. ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ വന്നപ്പോൾ നീ എന്തോ പാട്ട് പാടുന്ന കേട്ടല്ലോ, ഒന്ന് പാടാൻ. പറഞ്ഞു, പാട്ടൊന്നുമല്ല, ഞാൻ ഖുർആനാ ഓതിയത്, എന്നാ എനിക്കൊന്ന് താ. ഇല്ല, പോയി കയ്യും കാലൊക്കെ കഴുകിയിട്ട് വാ. മറുപോയി കയ്യും കാലും എല്ലാം കഴുകി തൻ്റെ കൂടപ്പുറപ്പിന്റെ മുമ്പിൽ വന്നിരുന്നു. ഫാത്തിമ ഖുർആൻ എടുത്തിട്ട് സൂറത്തു ത്വാഹ ത്വാഹ മാ അൻസൽനാ, ഒരൊറ്റ ആയത്ത്, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുടെ 3-4 ആയത്തുകൾ അങ്ങോട്ട് ഓതിക്കൊടുത്തു. ഉമറിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ആ 3-4 ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോ ആ കാട്ടാളനായ ഉമറിന്റെ കണ്ണ് നിറഞ്ഞുപോയി. നബിതങ്ങളുടെ മുമ്പിലേക്ക് പോയി, വാളുവെടുത്തിട്ട് വന്നവനാ നബിതങ്ങളുടെ മുമ്പിലേക്ക് നടന്നുപോയി. ഉമർ വരുന്നത് കണ്ടപ്പോൾ സഹാബത്തിനൊക്കെ പേടിയാടോ. ഉമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളാ, എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുക. മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല തടഞ്ഞങ്ങോട്ട് നിർത്തി. അവിടെ നില്ല്, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ ഇതിനകത്ത് കയറാം, അല്ല നബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ജീവനോടെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകില്ല. ഉമർ പേടിച്ചു പോയടോ. ഉമർ പേടിച്ചു പോയി. ഉമർ പറയാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എന്നെ അങ്ങനെ തടയണേ. പിന്നീട് ചോദിച്ചു, നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് വന്നെന്ന്. അതാ ഈമാൻ ഉറച്ച ധൈര്യമൊക്കെ വരും. ഈമാൻ ഉറച്ച ധൈര്യം വരും. ആ ഉമർ ഇന്ന് കിടക്കുന്നത് എവിടെയാ? നബിതങ്ങളുടെ റൗള ഷരീഫിന്റെ ചാരത്ത് കിടക്കുന്ന സ്വഹാബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഖുർആൻ ഒന്ന് ഓതി നോക്ക്. നിങ്ങളൊരു ആയത്തെടുത്ത് പാരായണം ചെയ്ത് നോക്ക്. ഒന്ന് ഇരുന്നിട്ട് ആ ഖുർആനിലെ ഒരു ആയത്തിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന നന്നാവൂല. ആരാ പറഞ്ഞ നന്നാവൂല എന്ന്? എല്ലാവർക്കും നന്നാകാൻ പറ്റും. ഖുർആൻ മാറ്റം വരും. ഖുർആൻ ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ ഫുളൈൽ. വലിയ സംഘം. ഇന്ന് കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവാകാൻ ആ കുട്ടികളൊക്കെ പരിശ്രമിക്കുന്ന. ഓരോ പടം കണ്ടിറങ്ങുമ്പോഴും എനിക്കൊരു ആൾ നേതാവാകണം, അത് ആഗ്രഹം. ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന് പറയുന്ന നല്ല ജിമ്മുള്ള നല്ല ചങ്ങാതിയ, അല്ലാത്ത ആരോഗ്യവാന, ഗുണ്ടത്തലവന. ഫുളൈൽ ഇബ്നു ഇയാൽ ഒരു പെണ്ണിനെ കൊതിച്ച ഓളെ ബലാത്സംഗം ചെയ്തിട്ടാണെങ്കിലും ആ ആഗ്രഹം സാധിക്കും. അങ്ങനത്തെ ജീവിച്ച ഫുളൈല് ഏതു പെണ്ണിനെയും വളയ്ക്കും. അപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ വളയ്ക്കടാ. നീ ഏത് പെണ്ണിനെയും നീ ബന്ധപ്പെടുമല്ലോ. ഒരു സ്വാലിഹത്തായ പടച്ചറബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, പറ്റുമെങ്കിൽ നീ ഓളെ വളയ്ക്ക്. ഫുളൈൽ ഏറ്റെടുത്തു, ഞാൻ റെഡിയാക്കി തരാം, ഞാൻ കാണിച്ചു തരാം. ആ പെണ്ണിന്റെ പുറകിൽ നടന്നു രാവും പകലും. പക്ഷെ ആ പെണ്ണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അവസാനം ഫുളൈല് തോറ്റുപോയി. അവസാനം ഫുളൈല് പരാജയപ്പെട്ടു. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ പറ്റാത്തത് കാരണം എങ്ങനെയെങ്കിലും അവളെ കീഴ്പ്പെടുത്തണം. അങ്ങനെ ആരാരുമില്ലാത്ത ഒരു സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് ഫുളൈൽ അതിക്രമിച്ചു കയറുകയാണ്. വാതില് ചവിട്ടി തുറന്ന് വീടിന്റെ അകത്ത് കയറിയിട്ട് പെണ്ണിനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. ആരുമില്ല, ആരും കാണില്ല. അവസാനം സമ്മതിക്കാതെ വന്നപ്പോ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആരോഗ്യവാനായ ഫുളൈൽ ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിന്റെ 2 തുടകൾക്കിടയിൽ കാലിന്റെ ചുവട്ടിൽ വിഭജിക്കാനുള്ള തയ്യാറെടുപ്പോട് ഫുളൈൽ പോയിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരുമ്മ ഖുർആൻ ഓതുകയാ. ഒരു വീടിന്റെ അകത്ത് നിന്ന് ഖുർആനിന്റെ ഒരായത്തിങ്ങനെ കേൾക്കുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതുവരെ എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ബഹളം വെച്ച പെണ്ണുണ്ടല്ലോ. ഈ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ ഫുളൈലിന്റെ മുഖത്തിങ്ങനെ സങ്കടത്തോടെ നോക്കുകയാ. പെണ്ണാ ഫുളൈലിന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കുകയാ. പെണ്ണ് കരയുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ഫുളൈലിന് അത്ഭുതമായി. എന്തേ നിലവിളിക്കാത്തത്? എന്തേ എന്നെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നീ കടന്നു ബഹളം വെക്കാത്തത്? ഫുളൈലിനോടാ പെണ്ണ് ചോദിക്കുന്നു. ഫുളൈലേ, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അല്ല ചോദിച്ചത് കേട്ടില്ലേ ഫുളൈലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ? ഇതുപോലെ എത്ര പെണ്ണുങ്ങളെ ചെയ്തതാ, എത്ര ആസ്വദിച്ചടാ ഫുളൈലേ? നീ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തില്ലേ ഫുളൈലേ? നന്നാകാൻ തോന്നുന്നില്ലേടാ?
ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നിന്റെ വീടിന്റെ അകത്ത് പ്രായം ചെന്ന 50ഉം 60ഉം വയസ്സുള്ള വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ 60 വയസ്സുള്ള വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വീടി പോലും വലിച്ചിട്ടില്ല. നിന്റെ വാപ്പ ഒരു മുറുക്കാൻ പോലും മുറുക്കാറില്ല. കാരണം അതിന് ലഹരിയുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത മനുഷ്യന്റെ മകനായ നീ കഞ്ചാവ് വലിച്ചില്ലേ, മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലേ, എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 50 വയസ്സുകാരിയായ ഉമ്മ വീട്ടിലുണ്ടല്ലോ, ആ ഉമ്മായിക്കും വികാരവും വിചാരവും മോഹങ്ങളും ആഗ്രഹങ്ങളും നിന്നെ പോലെ ഉള്ളവളായിരുന്നല്ലോ. നിന്റെ ഉമ്മാടെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ വേറെ ഒരാള് തൊട്ടിട്ടുണ്ടോ? ഉമ്മാനോട് ചോദിക്കുമോളെ, 50കാരിയുടെ ശരീരത്ത് വാപ്പയല്ലാതെ ഒരാളും ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ നീ പറയാൻ നിനക്ക് കഴിയുമോ? നിന്റെ ശരീരത്ത് തൊടലല്ല പെങ്ങള്, സർവ്വതും കഴിഞ്ഞില്ല. ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കണം, കഞ്ചാവ് വലിച്ചിട്ട് വീട്ടിൽ കയറുമ്പോ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. പടച്ചവനെ, കാമുകന്റെ കൂടെ കറങ്ങാൻ നടന്ന് സർവ്വതും കഴിഞ്ഞ് ഫർദയും ധരിച്ച് വീട്ടിലേക്ക് വന്ന് സലാം പറഞ്ഞു ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് റൂമിന്റെ അകത്ത് കയറിയിട്ട് മൊബൈൽ എടുത്തിട്ട് എല്ലാം സൂപ്പറായിരുന്നു എന്ന് മെസ്സേജ് എഴുതുമ്പോ മനക്കുത്തില്ലാതെ പോകുന്നല്ലോ, മനസാക്ഷിയില്ലാതെ പോകുന്നല്ലോ. എന്തേ മക്കളെ ചിന്തിക്കാത്തത്? ഇതിനെല്ലാം ഒരവസാനമുണ്ടല്ലോ. ഈ ആഘോഷങ്ങൾക്കും ഈ തിമിർപ്പിനും ഈ അടിച്ചുപൊളിക്കും എല്ലാത്തിനും ഒരു പര്യവസാനമുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? അതുകൊണ്ട് റമളാൻ നമ്മളോട് വിട പറയുകയാണ്. അവസാനം നന്നാകണമടോ, അവസാനം നന്നാകണമടോ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ അവസാനം നമ്മളോട് വിട പറയാനൊരുങ്ങുമ്പോ അവസാനം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മള്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും ചെയ്തോ. പടച്ചവനെ, സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവര്, എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് സക്കാത്ത് കൊടുക്കല്. പക്ഷേ എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. നിബിധങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരാള് സക്കാത്ത് കൊടുത്താ പടച്ചവരെ, അവൻ മുഅ്മിനാണെന്നുള്ളതിന്റെ അടയാളം നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. വസക്കാത്തു ബുർഹാൻ. പടച്ചവരെ, നബി തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറഞ്ഞു വസ്സലാത്തു നൂറുൻ, അല്ലാ പ്രകാശമാണ് നിസ്കാരം. എന്റെ പ്രിയപ്പെട്ടവരെ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അടയാളമാണ്, ഈമാനുള്ളതിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കല്. അവനോട് ആരും വഅദ് പറയണ്ട, ഒരാളും നിർബന്ധിക്കണ്ട. അവൻ പോയി കണക്കെടുക്കുകയാണ്. കണക്കെടുത്തിട്ട് അതിന്റെ 2.5% പാവപ്പെട്ടതെന്താണ് അത് കൊടുക്കുകയാണ്. ഫർളാ 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 എന്നാ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോ അതിനകത്ത് തടസ്സം പറയുന്നവരുണ്ടല്ലോ, ന്യായം പറയുന്നവരുണ്ടല്ലോ, എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാൻ നോക്കുന്നവനുണ്ടല്ലോ. പേടിക്കണം സഹോദരാ, പേടിക്കണം പെങ്ങള്. മുനാഫിക്കിന്റെ സ്വഭാവമാ, മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാ. മുനാഫിക്കിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നത് കള്ളു കുടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, ശിർക്ക് ചെയ്തവനല്ല, അല്ലാഹുവിനെ വിശ്വാസമില്ലാത്തവനല്ല, മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കാത്ത് ഈമാനുള്ളവർക്ക്, ഈമാനുള്ളവരെ കൊടുക്കത്തുള്ളൂ. ഈമാനുള്ളവന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മുനാഫിക്കിന്റെ സ്വഭാവം ന്യായം പറയും. കടവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബുദ്ധിമുട്ട, പ്രയാസവ, ഇല്ലേ? പെണ്ണുങ്ങൾക്കിപ്പം ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ടോ? ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. പെണ്ണുങ്ങൾ പദം പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, ഏതോ ഒരു ഉസ്താദിന്റെ വഴല് കേട്ടു, ആ ഉസ്താദ് പറയുന്നു ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, എത്ര പവനുണ്ടെന്ന്? 101 പവനുണ്ട് ഉസ്താദെ. ഞാൻ കള്ളം പറഞ്ഞല്ലേ, സത്യം. 101 പവനുണ്ട്.
അപ്പം ഞാൻ ചോദിച്ചു 101 പവനും ധരിക്കോ? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറിയിടുമെന്ന്. കൊള്ളാം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സക്കാത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. 101 പവൻ സ്വർണം ഉണ്ട്, എല്ലാം ധരിക്കാറുണ്ട്, മാറിയിടും. അപ്പം ധരിക്കുന്ന സ്വർണ്ണമല്ലേ, സക്കാത്ത് കൊടുക്കണം. പൈസയ്ക്ക് സക്കാത്തുണ്ടോ? ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. കഴിഞ്ഞ റമദാൻ 27-ാം രാവിൻ്റെ അന്ന് എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ട്, ഞാൻ കൊണ്ട് ബാങ്കിലിട്ടു. ഈ വർഷം 27-ാം രാവായപ്പോൾ ആ 1 ലക്ഷം രൂപ എൻ്റെ അടുത്തുണ്ടെങ്കിൽ 2500 രൂപ ആർക്കുള്ളതാ? പാവപ്പെട്ടവന് കൊടുക്കാനുള്ളതാ. 26-ൻ്റെ അന്ന് ഒരു ചെക്ക് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, സുമയ്യ നീ എടുത്തോടി, ഈ 1 ലക്ഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്താൽ എനിക്ക് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. 1 വർഷം പൂർത്തിയായോ? 27,000 1 വർഷം ആവൂ. 27,000 1 വർഷം ആവൂ. 26-ൻ്റെ അന്ന് ഞാൻ എഴുതി ഓൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ എടുത്തോളാം, ഞാൻ നീ പൈസ ആയിട്ടൊരു ബന്ധമില്ല, നീ എടുത്തോന്ന് പറഞ്ഞ് ഓക്ക് എഴുതി കൊടുത്തു. ഞാൻ സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണ്ട. അടുത്ത വർഷം 26-ാം രാവിൻ്റെ അന്ന് ഓൾ എഴുതി എനിക്ക് തന്നു, എന്നയക്കാൻ നിങ്ങൾ എടുത്തോ, ഓള് സക്കാത്ത് കൊടുക്കണോ? ഇതേപോലെ ഈ ഞാൻ പറഞ്ഞത് 101 പവൻ. ഒരു പെണ്ണ് ധരിക്കുന്ന സ്വർണത്തിനൊരു പരിധിയുണ്ട്. 2 കമ്മല്, മോതിരം, ചെയിന്, മാല, പാദസ്വരം, ഒരു പരിധിയുണ്ടോ. അതിൽ കൂടുതൽ ആരും ധരിക്കാറില്ലല്ലോ. അതിലേതെങ്കിലും ധരിക്കാറുണ്ടോ? ഇല്ല. ഒരു 10 അല്ലെങ്കിൽ 10-15 പവൻ ഒരു പെണ്ണ് ധരിക്കും, ബാക്കിയൊക്കെ പൂട്ടി വെക്കാറല്ലേ. ആ ബാക്കിയുള്ളതിനാണ് കൊടുക്കേണ്ടത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ന്യായം നിരത്തിയിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. ഈ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. ആ 1,22,500 രൂപ പാവപ്പെട്ടവൻ്റെ, ക്യാമറ അടിച്ചാന്ന് വിചാരിച്ചാൽ മതി, അത് പോയി. ആ പാവപ്പെട്ടവൻ്റെ 2,500 കൊടുക്കാതെ ഞാൻ പിടിച്ചു വെച്ച പിച്ചച്ചട്ടി കൈയിട്ട് വാരിയ ഈ 1 ലക്ഷവും പോയി കിട്ടും. അതാണ് അതിൻ്റെ നേട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൊത്തവും പോവും ചങ്ങാതി. അല്ലെങ്കിൽ നീ എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് വയ്ക്കോ, മൊത്തവും പോവും. ഇതിനാ നീ ചെയ്യുന്നത്. ആ 97,500 രൂപ നിൻ്റെത്, 2,500 രൂപ നിൻ്റെ ഔദാര്യമൊന്നുമല്ല. നീ റമദാൻ ആയപ്പോൾ, റമദാൻ്റെ അവസാനത്തെ 10 ആയപ്പോൾ ബാങ്കിൽ പോയിട്ട് 100-ൻ്റെയും 50-ൻ്റെയും കുറച്ച് നോട്ട് കൊണ്ടുവന്ന് പെണ്ണുമ്പോളുടെ കൈ കൊടുത്തിട്ടുണ്ട്, വരുന്നവർക്ക് ഇങ്ങനെ വാരി കൊടുക്കാൻ. അത് സക്കാത്തല്ല കേട്ടാ. സക്കാത്താണോ അത് സക്കാത്തല്ല, അത് സദക്ക. നിന്റെ വീടിൻ്റെ മുമ്പിൽ വരുന്നവൻ ഇങ്ങനെ 100-ൻ്റെ നോട്ട് ഇങ്ങനെ ക്യൂ നിർത്തിയിട്ടാ വലരിപ്പം കൊടുക്കണേ. അല്ലാഹു കാത്തിരക്ഷിക്കപ്പെടാകട്ടെ. അത് സക്കാത്താകൂല. സക്കാത്ത് അതിൻ്റെ അവകാശിക്ക് കൊടുത്താലേ സക്കാത്ത് വീഴൂ. അല്ലാതെ വീട്ടിൽ വരുന്നവൻ അവകാശിയാണെന്നറിയോ? ചിലരുടെയൊക്കെ പിരിവ് കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ വീട്ടിൽ വന്ന് പറയുന്ന കണ്ടാൽ പ്രമാണം വരെ എടുത്തു കൊടുക്കും. ഓൻ പഠിച്ചിട്ടാ വരുന്നേ, ഓനിരുന്ന് പഠിച്ചിട്ടാ വരുന്നേ. ചിലരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഉടായിപ്പാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയും. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോൾ ഇന്ന് രാവിലെ തിന്നാനില്ലാതെ ഒരു ഏത്തപ്പഴവും കൊണ്ടാ പോയ, പട്ടിണിയാ ഉസ്താദ് എൻ്റെ മോള്, ബില്ലടച്ചിട്ടില്ല, ആകെ സങ്കടമോ എന്തെങ്കിലും. ഓൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഗൂഗിൾ പേ നമ്പറിനകത്ത് ഇത്തിരി പൈസ ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം വിളിച്ചു, ഉസ്താദ് എൻ്റെ മോൾ ആശുപത്രി കിടക്കുക. ഉസ്താദ് പൈസ തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വൈകിട്ട് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു. ഓളെല്ലാം കൂടെ തിന്നിട്ട് ആകെ പ്രശ്നമായിട്ട് ഷർദ ബില്ല് ആശുപത്രിയില്ല, എന്തെങ്കിലും ഇട്ട് തരണം. ഞാൻ വിചാരിച്ചു പടച്ചവനെ വീണ്ടും ഇത്തിരി കൂടെ ഇട്ട് കൊടുത്തു. വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഫോണിൽ കിടന്ന് അടിയോടടി. ഞാൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ഉസ്താദെ എൻ്റെ മോള് മരിച്ചുപോയി, ബില്ലടയ്ക്കണം, ഒന്നിനും പൈസ ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അഡ്രസ്സ് ഒന്നതാ, ഞാൻ നിങ്ങളുടെ മഹല്ലിൽ SKSSFൻ്റെ ഒക്കെ ആൾക്കാരുണ്ടാവുമല്ലോ, ഒന്ന് വിളിച്ചു പറയാം. അതൊന്നും ഇല്ലയെന്ന്. ഓൻ ഒറ്റ പോക്ക, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് തീരുമാനിച്ചു, കരയുന്ന ഒരുത്തിനും 1 രൂപ കൊടുക്കത്തില്ലെന്ന്. പറ്റീരിൻ്റെ ആശാന്മാരാടോ ഈ വരുന്നതിൽ പലരും അർഹതയില്ലാത്തവരാ. നമ്മളവർക്ക് സക്കാത്തിൻ്റെ പൈസ എടുത്ത് കൊടുത്താൽ നമ്മുടെ സക്കാത്ത് വിടൂല. സക്കാത്ത് വീട്ടിൽ വരുന്നവന് കൊടുക്കാനുള്ളതല്ല, വീട് തേടി കൊണ്ടു കൊടുക്കേണ്ടതാ. സക്കാത്തിന് അർഹരാരാണെന്ന് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ വീട് തേടിയിട്ട് നീ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. നിന്റെ ഒന്നും ഔദാര്യമല്ലത്, അവൻ്റെ അവകാശവാദ്. ഔദാര്യവ എങ്ങനെ കൊടുക്കണ്ടേ? അവകാശപ്പെട്ടത് വീട്ടിൽ കൊണ്ടു കൊടുക്കണം. സക്കാത്ത് അങ്ങനെ കൊടുത്താലേ വീടത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാനുള്ളവരത് ചെയ്യും, മുനാഫിക്കീങ്ങൾ ന്യായം പറയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, റമളാനിൻ്റെ അവസാനമാ, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നന്മകൾ നമ്മൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. റമളാനിനെ വളരെ സന്തോഷത്തോടെ നമ്മൾ യാത്രയാക്കുക. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ റമളാൻ നമ്മുടെ കൈപിടിച്ച് നമ്മുടെ സ്വർഗത്തിൽ കൊണ്ടുപോകണം.
നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു എല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.